ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് കേട്ടോ. ക്യാൻവാസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഏകദേശം ഒരു 4 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ് മടക്കി വെച്ചിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. സാറ്റിൻ്റെ ലൈനിങ് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തായ നെറ്റ് എടുത്തിട്ടുള്ളത് 6 മീറ്ററാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഷിഫ്റ്റ് നെറ്റ് എടുത്തിട്ടുണ്ട് 1 മീറ്റർ. പിന്നെ ക്യാൻ ലേസ് ഏകദേശം ഒരു 15 മീറ്ററോളം ഞാൻ വാങ്ങിയിട്ടുണ്ട്. 2 ലെയറായിട്ട് ചെയ്യുന്നുണ്ട് അത്രയും വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡറും കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴുത്തകലം 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ 2.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി താഴേക്ക് മാർക്ക് ചെയ്യാം. കൈക്കുഴി എടുക്കുന്ന 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് അളവ് എടുക്കുന്ന 5.5 ഇഞ്ചാണ് കേട്ടോ. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതേ സെയിം അളവിൽ തന്നെ അടിക്കുന്നുണ്ട്. ചെസ്റ്റ് 5.5 എടുക്കുന്നുണ്ട്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ അടുത്തും സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഷേപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ 2 വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അഥവാ ലൂസുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കെട്ടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതേ അളവ് തന്നെ സൈഡിലും വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ടല്ല. അതായത് 9 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു 10.5 ഇഞ്ചോളം ഞാൻ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടും ബാക്കും വേറെ വേറെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് എടുത്തിട്ട് ബാക്ക് നെക്കിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 2 എടുക്കുന്നുണ്ട്. പിന്നെ ഇറക്കം 3 ഇഞ്ച് എടുക്കുന്നത്. അതിൽ കുറച്ചൊരു ഇറക്കമില്ല, ഒരു നെക്ക് പോലെ നമ്മൾ തന്ന മോഡലുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ഇഞ്ച് ബാക്ക് നെക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിയും അല്ല യു അല്ല, അങ്ങനത്തെ ഒരു ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മുടെ സാറ്റിൻ്റെ ലൈനിങ്ങും അതുപോലെ നെറ്റിൻ്റെ ലൈനിങ്ങും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്യണം. അത് ഞാൻ കാണിക്കുന്നില്ല. ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെയാണ്. ആ 2 കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ സെൻറ്ററിൽ താഴത്തേക്ക് കട്ടാക്കാനുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് ഇതേപോലെ കഴുത്തകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം സാധാരണ ഒരു 3.5 ഇഞ്ചാണ് ഇറക്കൽ. പക്ഷേ ഇതിന് ഞാൻ അത്ര ഇറക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ വരച്ചെടുക്കാം. നോർമലായിട്ട് 3.5 എടുക്കുന്നത്. കഴുത്ത് വരച്ചെടുത്തിട്ട് അവിടുന്ന് ഒരു ഇഞ്ച് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴത്തേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് കൊടുക്കാം. ഫ്രണ്ടിൽ ഒരു ഷേപ്പ് വരുന്നുണ്ട്. നമ്മൾ ലൈനിങ് താത്തി വെച്ചിട്ട് ഏകദേശം ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഇവിടെ കൂർപ്പിച്ചിട്ട് അതുപോലെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കി വരച്ച് കൊടുക്കേണ്ടതാണ്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ സാറ്റിൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം. നെറ്റ് കട്ട് ചെയ്യേണ്ട. നെറ്റ് ഫ്രണ്ടിൽ മുകളിലോട്ട് വെക്കുന്നുണ്ട്. ലൈനിങ് ആണ് നമ്മൾ താത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ സാറ്റിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സാറ്റിൻ്റെ ലൈനിങ്ങും ഇതും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഇതേ അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാം. സാറ്റിന് നല്ല വശം ഉണ്ടാവില്ലേ, നല്ല വശത്തിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മൾ ഈ മുറിച്ചില്ലേ അതിലേ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിക്കാനുണ്ട്. അതായത് ഈ കോട്ടൻ്റെ ലൈനിങ് ഒന്ന് പതിച്ചടിച്ചിട്ട് നമുക്ക് നല്ല വശത്ത് കൂടി അടിച്ചെടുക്കാം. ആ പതിച്ചടിക്കുന്നതിന് മുൻപ് നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കട്ടിട്ട് കൊടുത്താൽ നല്ല വൃത്തിക്ക് നിൽക്കുന്നതാണ് പറയൽ. ഞാൻ അങ്ങനെ ജസ്റ്റ് ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തുച്ഛം ഈ കോട്ടൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ കോട്ടൻ്റെ ലൈനിങ്ങിലേക്ക് കൂടി പതിച്ചെടുക്കാം. അത് പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് നല്ല വശത്ത് കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. നല്ല വശത്തേ കൂടി അടിക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നെറ്റ്, ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെറ്റ് വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് നമുക്ക് 2 പിന്നൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തിട്ട് നമ്മൾ നെക്ക് ഇപ്പോൾ ലൈനിങ് അടിച്ചില്ലേ അതേ അളവിൽ തന്നെ നമുക്ക് നെറ്റിൻ്റെ മുകളിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായിട്ട് നിന്നോളും.
നമ്മൾ അത് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് കട്ട് ചെയ്യാം. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ക്രോസ് പീസൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്രോസ് പീസിൻ്റെ വീതി എടുക്കുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ വീതി എടുക്കുന്നത്. ആ ഒരു വീതിക്ക് വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ. നിങ്ങൾ നമുക്ക് കഴുത്തിന് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കാം. ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ടിലേക്കും കൊടുക്കാറുണ്ട്. അതായത് മോശം വശത്ത് നിന്ന് ബാക്ക് വശത്ത് നിന്ന് അടിച്ചിട്ട് ഫ്രണ്ട് വശത്തേക്ക് മടക്കി കൊടുക്കാറുണ്ട്. അതുപോലെ നല്ല വശത്ത് നിന്ന് അടിച്ചിട്ട് ബാക്ക് വശത്തേക്ക് മടക്കി കൊടുക്കാറുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് വശത്തിൽ വെച്ച് അടിക്കുക. നല്ല വശമില്ല, നമ്മുടെ നല്ല വശത്തിന് മുകളിൽ വെച്ച് അടിച്ചിട്ട് ബാക്ക് വശത്തേക്ക് മടക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാറ്റിൻ്റെ ലൈനിങ്ങും നെറ്റ് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈക്കുഴി അടിക്കണ്ട കേട്ടോ. ഞാൻ അത് ആദ്യം കാണിച്ചതേ ഉള്ളൂ. കൈക്കുഴി അടിക്കുന്നില്ല. നമ്മൾ ഈ നെക്കിൻ്റെ അടുക്കും താഴത്തേക്കാണ് അടിച്ചെടുക്കുന്നത്. കൈക്കുഴി നമ്മൾ പിന്നെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വശം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ബാക്ക് വശത്തിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ സ്ലീവ് ചെയ്യുന്നത് ഒരു 2 ലെയറായിട്ടാണ്. നെറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫ്രില്ലിട്ടിട്ട് ചെയ്യുന്നത് 2 ലെയറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്നിന് ഇതുപോലെ അടിവശം ഞാൻ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഒരു 5.5 ഇഞ്ച് വീതിക്കും ഒന്ന് 3.5 ഇഞ്ച് വീതിക്കും വന്ന് എടുത്തിട്ട് രണ്ടിൻ്റെയും അടിവശം മടക്കി അടിക്കുന്നുണ്ട്. മടക്കി അടിക്കുമ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ 3.5 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3.2 അടുത്ത് അങ്ങനെ 3.4 അങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതായിട്ടാണ് മടക്കി അടിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ 2 വലിയ പീസ് എടുക്കാം. നമുക്ക് രണ്ടും ഫ്രില്ലിട്ട് എടുക്കാം. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഫ്രില്ലിടുന്നത്. കൈ വെച്ച് ഫ്രില്ലിടുന്നെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ നമുക്ക് ലോങ് സ്റ്റിച്ച് എടുത്ത് ഒരു നൂലിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഫ്രില്ല് വരുന്നില്ലേ, അതുപോലെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയി നമ്മുടെ കൈക്കുഴി എത്രയാണ് വരുന്നത് ഫുള്ളായിട്ട് നോക്കാം. എത്ര പോലെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫ്രില്ലിട്ട് എടുത്തിട്ട് രണ്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ കൈ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെയാണ് സ്ലീവ് കൂട്ടുന്നത്. അതുപോലെ തന്നെയാണ് സ്ലീവ് കൂട്ടിയിട്ട് ഞാൻ സൈഡിലൊരു ക്രോസ് പീസും കൂടി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ് ഇതാ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും. ഇനി നമ്മൾ നെക്കിന് എങ്ങനെയാണോ ക്രോസ് പീസ് വെച്ച് അത് കണക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. ഞാൻ ബാക്ക് വശത്ത് നല്ല വശത്തേക്കാണ് ക്രോസ് പീസ് വെക്കുന്നത്. നല്ല വശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം സിബും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് സിബൊക്കെ വെക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഫുള്ള് 2 സ്ലീവൊക്കെ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്ക് വശം മാർക്ക് ചെയ്യാം. നമ്മൾ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ 2 സൈഡിൽ ഞാൻ 2 വള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മുകളിലത്തെ വശമൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. നമുക്ക് താഴ്വശം നോക്കാം. താഴ്വശത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ്റെ ലൈനിങ് ഇതുപോലെ ക്രോസ് അമ്പർലയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ വേസ്റ്റ് അളവിൻ്റെ 4 ഭാഗം എടുക്കാട്ടെ. എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു യു ഷേപ്പ് കണക്കല്ലേ ഇങ്ങനെ അമ്പറിലൊക്കെ നമ്മൾ ജോയിൻ്റ് ആക്കുമ്പോൾ പറ്റില്ല, അതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് ടാപ്പ് താഴത്തേക്ക് വെച്ചിട്ട് ആദ്യം എത്ര വരുന്നത് നോക്കാം. എനിക്കൊരു 7.7 അടുത്താണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ 7.4 കുറച്ച് അപ്പുറത്ത് വെച്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ മുകളിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് കണക്കത്തൊരു ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തും കൂടി എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗൗൺ പോലെ ഫുള്ള് ലോങ് ആയിട്ട് വരുന്നതാണ്. എന്നോട് അവർ പറഞ്ഞിട്ടില്ല ഏകദേശം 17 ഇഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിട്ടില്ലേ. ഞാൻ ലൈനിങ് 17 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിവശം മടക്കി എടുക്കും, മുകൾ വശം ജോയിൻ്റ് ആക്കുമ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടുമല്ലോ. അതേ അളവിലല്ലോ, കുറച്ച് കയറ്റിയിട്ടാണല്ലോ ലൈനിങ് എടുക്കുന്നത്. കറക്റ്റ് 17 ഇഞ്ച് തന്നെ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതേ അളവിൽ തന്നെ അടിവശത്തേക്ക് വെക്കേണ്ട കോട്ടൻ്റെ ലൈനിങ് കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൺ ലൈനിങ് ഒരു 2 ഇഞ്ച് കുറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് അത്രയും ലെങ്ത്ത് തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 14 അത്ര പോലെ ലെങ്ത്ത് എനിക്ക് കോട്ടൻ്റെ ലൈനിങ്ങിന് കിട്ടിയിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വേണ്ടിയിട്ടുള്ള നെറ്റ് അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. നെറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റ് 17 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 17 എടുത്തിട്ട് ഞാൻ ക്യാൻകാലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാൻകാലേസ് 1 ഇഞ്ച് വീതിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് 2 മടക്കൊക്കെ മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ചോടെ എക്സ്ട്രാ വേണം. 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കാം. പിന്നെ മുകൾ വശത്ത് ഒരു 1/2 ഇഞ്ച് ജോയിൻ്റ് ആക്കാനുണ്ട്. അതും കൂടി എടുത്ത് 2.5 ഇഞ്ചിൽ നമുക്കധികം മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകൾ വശത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് 12 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത്. 12 ഇഞ്ചിന് വെച്ച് നേരത്തെ നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ പറഞ്ഞിട്ടില്ലേ, ആ 2.5 ഇഞ്ച് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിലേക്കുള്ള ആ ഒരു ലെയറിൻ്റെ കൂടി കട്ട് ചെയ്തെടുക്കാം. സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ നൂലൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടാണ് കേട്ടോ അത് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 അറ്റവും ഒന്നിച്ച് വെച്ചിട്ട് നല്ല വശത്തേക്ക് കൂടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫുൾ അടിച്ചതിന് ശേഷം നമുക്ക് നേരെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വശം ഉള്ളിലും മോശം വശം പുറത്തും വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചില്ല അതിൻ്റെ കുറച്ച് അപ്പുറത്തേ കൂടി അതേ താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഉള്ളിൽ കവർ ചെയ്തിട്ട് പോകും. നമുക്ക് നൂലോ കാര്യങ്ങളൊന്നും വലിഞ്ഞ് വരില്ല. കോട്ടൻ്റെ ലൈനിങ് ഇങ്ങനെയല്ല, സാധാരണ രീതിക്ക് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അതിനനുസരിച്ച് കോട്ടൻ്റെ അനുസരിച്ച് ഷിഫ്റ്റ് നെറ്റ് വെക്കുന്നുണ്ട്. ഷിഫ്റ്റ് നെറ്റ് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ.
കോട്ടൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അവിടുന്ന് ഏകദേശം ഒരു 2 ഇഞ്ചോളം താഴത്തേക്ക് ഇതുപോലെ ചോക്ക് ഉപയോഗിച്ചിട്ട് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഷിഫ്റ്റ് വെക്കുന്നത്. ഒരു 2 ഇഞ്ച് വിട്ടിട്ട് മുകളിൽ തന്നെ വെക്കുമ്പോൾ ഒരുപാട് തടുപ്പ് വരുമ്പോൾ നമുക്ക് ജോയിൻ്റ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടി വരുമ്പോൾ. അതുകൊണ്ട് കുറച്ച് താഴത്തായിട്ട് ഇതുപോലെ ഷിഫ്റ്റ് നെറ്റ് വെച്ചെടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് അറ്റത്തോളം ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം സൈഡൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച സാറ്റിൻ്റെ ലൈനിങ് ഒന്നിങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഈ കോട്ടൻ്റെ ലൈനിങ്ങും സാറ്റിൻ്റെ ലൈനിങ്ങും ഒന്നിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നെറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നൂല് ഒരറ്റം വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രില്ല് ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ ഇതിന് കണക്കായിട്ട് നമ്മൾ ഇത് കണക്ക് റൗണ്ടിലൊന്ന് നെറ്റിൻ്റെ അടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ലോങ് ആയിട്ടുള്ള നെറ്റിൻ്റെ പീസില്ലേ, അതൊന്ന് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേ സെക്കൻഡ് ലെയർ ആയിട്ട് നെറ്റും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുകളിലത്തെ വശം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നല്ല വശം നമുക്ക് ഉള്ളിലാക്കി കൊടുക്കാം. നല്ല വശം ഉള്ളിൽ വെക്കുക. എന്നിട്ട് ആ നല്ല വശത്തോട് മുകൾ വശത്തെ പാർട്ടിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അടിക്കുന്നത് മെഷീനിൽ വെച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ ചെറിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് മെഷീൻ്റെ മുകളിൽ വെച്ച് എല്ലാം വീഡിയോ എടുക്കലും. അപ്പോൾ ഇത്രയും വലുത് നമ്മൾ മെഷീൻ്റെ സൈഡിൽ വരുമ്പോൾ സ്റ്റാൻഡ് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല വശം വെച്ചിട്ട് റൗണ്ടിൽ 2 സ്റ്റിച്ച് വീതം എടുക്കണം കേട്ടോ. റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ അടിവശമൊക്കെ മടക്കി അടിക്കുന്നത്. എല്ലാം മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ക്യാൻ ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് വീതിക്കുള്ള ക്യാൻ ലേസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിവശത്ത്, അതായത് മോശം വശത്താണ് വെച്ച് കൊടുക്കുന്നത്. മോശം വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നെറ്റോട് ചേർന്നിട്ട് ഇങ്ങനെ ക്യാൻ ലേസ് വെച്ചിട്ട് അറ്റത്തെ കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചെടുത്തതിന് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചധികം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിക്ക് വേണം വെച്ചിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മടക്കി കൊടുത്ത് ഞാൻ നല്ല വശത്തെ കൂടിയാണ് അടിക്കുന്നത്. ബാക്ക് വശത്തെ മോശം വശത്ത് തന്നെയാണ് മടക്കി കൊടുക്കുന്നത്. പക്ഷേ നല്ല വശത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ മോശം അടിയിലേക്ക് ഇങ്ങനെ മടക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മുകളിൽ നെക്കിൻ്റെ അടുത്തും അവിടെയൊക്കെ ഞാൻ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിലൊക്കെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാണ് എനിക്കൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.